തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. 17 വരെയാണ് മഹോത്സവം നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. മാർച്ച് 10 മുതൽ 17 വരെയാണ് മഹോത്സവം നടക്കുന്നത്. തൃക്കൊടിയേറ്റ് ദിനത്തിൽ രാവിലെ 5-ന് പള്ളി ഉണർത്തൽ, 5:15-ന് ഗണപതി ഹവനം, 6-ന് സോപാന സംഗീതം, 8-ന് ഭാഗവത പാരായണം, 6-ന് സോപാന സംഗീതം, 8-ന് ഭാഗവത പാരായണം, കഞ്ഞിസദ്യ, 8:30-ന് കൊടുക്കൂറയും കയറും സ്വീകരിക്കൽ, 9:30-ന് ശുദ്ധിക്രിയകൾ, 10-ന് കലശപൂജ, 12-ന് തൃക്കൊടിയേറ്റ് സദ്യ എന്നിവ നടന്നു. തൃക്കൊടിയേറ്റ് സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. എല്ലാ ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എസ് അജയ്കുമാർ, സെക്രട്ടറി ആർ റോഷിദ്, വൈസ് പ്രസിഡന്റ് ഷാജി അപൂർവ എന്നിവർ അറിയിച്ചു. കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കൊടിയേറ്റ് മഹോത്സവം 2025 മാർച്ച് 10 മുതൽ മാർച്ച് 17 വരെ നടത്തപ്പെടുകയാണ്. ഇന്ന് കൊടിയേറ്റ് സദ്യയോടുകൂടി ഇന്നത്തെ ഭക്ഷണക്രമം ആരംഭിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ് സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. വൈകിട്ട് 6:30-ന് പന്തലിക്കാൻ പുറപ്പേറ്റിലത്ത് ശ്രീ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തപ്പെടുകയാണ്. നാരായണ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കുകയാണ്. അതിനുശേഷം കുട്ടികളുടെ നൃത്യങ്ങൾ നാളെ 2-ാം ദിവസമായി ആയില്യം പൂജയോടുകൂടി ഉത്സവം തുടങ്ങുകയാണ്. അതിനുശേഷം വൈകിട്ട് വീണ്ടും നൃത്യങ്ങളാണ്. അതിനുശേഷം 3-ാം ദിവസം നവഗ്രഹ പൂജയും അന്നും വൈകിട്ട് നൃത്യങ്ങളോടുകൂടി ആരംഭിക്കുകയാണ്. പിന്നെ നമ്മുടെ 4-ാം ദിവസം നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും വേണ്ടി ഒരു വേദി നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. അന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വന്ന് അതിനകത്ത് പങ്കെടുക്കാം. അതിന് മുന്നോടിയായിട്ട് 5 മണിക്ക് മുമ്പായിട്ട് അത് രജിസ്റ്റർ ചെയ്ത് ഒരു ടീമിന് 15 മിനിറ്റോളം നമ്മൾ സമയം കൊടുക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ടീമിന്. പിന്നെ നമ്മുടെ 5-ാം ദിവസം ഉത്സവബലിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഉത്സവബലി. അതിൻ്റെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പുണ്യമാണ്. അപ്പോൾ 5-ാം ദിവസം 9 മണിയോടുകൂടി ഉത്സവബലി ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് 8 മണിയോടുകൂടി നൃത്തനാടകം, മുകുന്ദമാധവം എന്ന് പറയുന്ന നൃത്തനാടകമാണ്. 6-ാം ദിവസം നമ്മൾ ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നമ്മൾ പണിത് തീർത്തിരിക്കുന്ന നടപ്പന്തൽ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സാർ നിർവഹിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ജോൾസിന, പ്രമുഖ സിനിമാ പിന്നണി ഗായിക ജോൾസിനെ അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുകയാണ്. പിന്നീട് 7-ാം ദിവസം നമ്മുടെ പള്ളിവേട്ടയാണ്. അത് നാവൂലിക്കാവിൽ വെച്ച് വൈകിട്ട് 8 മണിയോടുകൂടി നടത്തപ്പെടും. പിന്നെ 17-ാം തീയതി നമ്മുടെ ആറാട്ട് മഹോത്സവമാണ്. ആറാട്ട് മഹോത്സവത്തിന് ഏതാണ്ട് 6 മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി 10 മണിയോടുകൂടി കൊടിയിറക്കത്തോടുകൂടി നമ്മുടെ ഈ ഉത്സവം സമാപിക്കും. കൂടാതെ നമ്മുടെ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം വേണ്ടി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. 6-ാം ദിവസം നമ്മൾ 2 മണിയോടുകൂടി ഇവിടെ ഭഗവാന്റെ കരചുറ്റി പ്രദക്ഷിണമുണ്ട്. അതിനിറങ്ങിയാണ് വിവിധ കലാപരിപാടികളോടുകൂടി കോട്ടികൾ, ഗജവീരന്മാർ, ഒരുപാട് കലാപരിപാടികളുണ്ട്. ആ പരിപാടികളോടുകൂടി നമ്മൾ 4-5 കിലോമീറ്ററോളം കരചുറ്റിയിട്ടാണ് ഇവിടെ എത്തുന്നത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഉദ്ഘാടനവും ഗാനമേളയെല്ലാം. CDNet ന്യൂസ്, കറ്റാനം.